ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഗ്ലാസ് അരിയാണ് ഇവ എടുത്തിട്ടുള്ളത്. 1 കിലോ അരി 4 ഗ്ലാസ് വരും ഈ ഗ്ലാസ് കൊണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അരി കഴുകി വാര വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 2 സ്പൂൺ നെയ്യിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരണം. അത് കോരിയതിന് ശേഷം ഒരു 2-3 കഷ്ണം കറുവപ്പട്ട, ഒരു 4-5 കരയാമ്പൂ, അതുപോലെ ഒരു 4 ഏലക്കായ ഇത് ഈ ഓയിലിൽ വറുത്തെടുക്കണം. അതിലേക്ക് വാര വെച്ചിട്ടുള്ള അരി ഒന്നിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വറുക്കണം. ഒപ്പം തന്നെ നമ്മൾ വേറൊരു അടുപ്പത്ത് 1 ഗ്ലാസ് അരിക്ക് ഏത് അളവാണ് അരി എടുത്തിട്ടുള്ളത് ആ അരിയുടെ എടുത്ത അളവ് പാത്രത്തിൽ അതേ പാത്രം കൊണ്ട് 2 പാത്രം വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം അടുപ്പത്ത്. അതിൽ പാകത്തിന് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ ഈ വറുത്ത അരി തിളച്ച് മറിയുന്ന വെള്ളത്തിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അരി ചെരിയണം. ചെരിഞ്ഞ് പാകത്തിന് ഉപ്പിട്ടിട്ട് വേവാൻ വയ്ക്കുക. ഇത് 1 മിനിറ്റ് നേരം വറുത്താൽ മതി. അധികം നേരത്ത് വറുത്ത് മൊരിച്ചെടുക്കണ്ട. 1 മിനിറ്റ് നേരം തന്നെ നല്ല ചൂട് ആവുന്ന വരെ വറുത്താൽ മതി. അപ്പോൾ ഈ അരി തിളച്ച് മറിയുന്ന വെള്ളത്തിലേക്ക് ഇടാം. നമ്മൾ അധികം ഓയിലൊന്നും ചേർക്കണില്ല ഇതിൽ. അതുപോലെ നെയ്യ് അധികം ചേർത്തിട്ടില്ല, കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം, വെളിച്ചെണ്ണയുടെ മണം എടുക്കും. അപ്പോൾ മണമില്ലാത്ത ഓയിലുകൾ ഏതായാലും നമ്മൾ വീട്ടിലേതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് 2 സ്പൂൺ കൂടി ചേർക്കാം. 2 സ്പൂൺ നെയ്യ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തികച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറ്. അധികം ഓയിൽ കണ്ടന്റ് എപ്പോഴും കുറവായിട്ടുള്ള ഭക്ഷണങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെയുള്ള ഭക്ഷണങ്ങളുടെ റെസിപ്പി, ഡയറ്റിന് പറ്റിയ ഭക്ഷണങ്ങളൊക്കെ, അതുപോലെയുള്ള റെസിപ്പി നമുക്ക് താല്പര്യമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുക. അപ്പോൾ അരി പാകമായിട്ടുണ്ട്. പാകത്തിന് കുറച്ച് 2 മിനിറ്റ് നേരം വറുത്തുണ്ട്. ഇനി അത് എടുത്തിട്ട് വെള്ളം തിളച്ച് മറിയണ വെള്ളത്തിലേക്ക് ചെരിയാം. അപ്പോൾ അങ്ങനെ അരി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതഴിച്ച് ഇനി എടുത്തിട്ട് ശരിയാവുന്നതാണ്. പിന്നീട് തിളച്ച അത് അതിന് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് വേവാൻ വയ്ക്കാം. പിന്നെ അത് വെള്ളം വറ്റി വരും. ഒരു 3/4 വേവ്, സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ള ബിരിയാണിക്കൊക്കെ ഉള്ള വേവിക്കുന്ന പോലെയുള്ള ഒരു വേവ് തന്നെ. അങ്ങനെയുള്ള വേവിൽ അത് ഇറക്കി വയ്ക്കാം. നമുക്ക് വെള്ളം വറ്റിയിട്ടുണ്ടാവും. വെള്ളം അഥവാ വറ്റിയിട്ടില്ല ചെയ്യാൻ ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത് ശരിയുണ്ട്. വെള്ളം അരി ചെരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഉപ്പിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം. പിന്നീട് അടുപ്പത്തൊരു പാൻ വെച്ച് കുറച്ചൊരു നെയ്മയം പുരട്ടിയാൽ മതി. പുരട്ടിയിട്ടുള്ളൊരു പാനിൽ ഈ വെന്ത ചോറ് ഇതിലേക്ക് ചെരിഞ്ഞ് മീതെ വറുത്ത് മാറ്റി വെച്ചിരിക്കണ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയില, പുതിന ചെറുതായി അരിഞ്ഞത് പൊടി വിതറി ഒരു 5 മിനിറ്റ് നേരം ദം ചെയ്താൽ സൂപ്പർ ടേസ്റ്റായിരിക്കും.
സാധാരണ ഗീ റൈസ് നമ്മൾ ദം ചെയ്യാറില്ല. ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നിരിക്കും. അരിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇത് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അതല്ലെങ്കിൽ വെറുതെ തൈര് മാത്രമായാലും കഴിക്കാം. അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം.